മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് നാളെ അടിയന്തര യോഗം വിളിച്ചു. ചർച്ചയിൽ ഘടകകക്ഷികൾക്ക് പ്രസക്തിയില്ല എന്ന കോൺഗ്രസ് നേതാവ് എം ഹസന്റെ പ്രസ്താവനയിൽ ലീഗിന് അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യം കൂടിയാണെന്ന് TV ഇബ്രാഹിം പറഞ്ഞു. ഘടകകക്ഷികളുടെ പിന്തുണ പരിഗണിച്ച് 1995-ൽ AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കിയത് ചൂണ്ടിക്കാട്ടി സതീശൻ വിഭാഗവും ഹസനെതിരെ രംഗത്തെത്തി. മുഖ്യമന്ത്രി തീരുമാനവും മന്ത്രിസഭ രൂപീകരണവും വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. പല നേതാക്കളും അതൃപ്തി പരസ്യമാക്കുന്നുമുണ്ട്. എല്ലാവരും പോലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് നീണ്ടുപോകുന്നതിൽ ഒരു കേരളം വലിയ ആവേശത്തോടു കൂടി വോട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒരു മന്ത്രിസഭ രൂപീകരിക്കണമെന്നാണ്. നാളെ അടിയന്തര യോഗം ചേർന്ന് മുഖ്യമന്ത്രി ചർച്ചകൾ തുടർന്നെടുക്കേണ്ട സമീപനം ലീഗ് ചർച്ച ചെയ്യും. ലീഗ് മന്ത്രിസ്ഥാനങ്ങളിലും നേതൃയോഗം പ്രാഥമിക ചർച്ച നടത്തുമെന്നാണ് സൂചന. നാളെ രാവിലെ 10 മണിക്ക് പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിലാണ് നേതൃയോഗം. ഘടകകക്ഷികളുടെ നിലപാടിനെതിരെ കോൺഗ്രസ് നേതാവ് എം ഹസൻ രംഗത്തെത്തിയതിലും ലീഗിന് അതൃപ്തിയുണ്ട്. ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ? കോൺഗ്രസിൻ്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാം. എം ഹസന് മുസ്ലിം ലീഗ് MLA TV ഇബ്രാഹിം മറുപടി പറഞ്ഞു. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയാം, എന്നാൽ കേരളത്തിന്റെ എല്ലാവരുടെയും ഒരു പൊതുകാര്യമാണ് താനും. 1995-ൽ K കരുണാകരനെ മാറ്റി AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രം ഓർമ്മപ്പെടുത്തി സതീശൻ ക്യാമ്പും M ഹസനെതിരെ രംഗത്തെത്തി. നിയമസഭാ കക്ഷിയിൽ കരുണാകരന് ഭൂരിപക്ഷമുണ്ടായിട്ടും ഘടകകക്ഷികളുടെ തല എണ്ണിയാണ് ആന്റണിക്കായി A വിഭാഗം വാദിച്ചത്. ആ നീക്കങ്ങളിൽ മുന്നേറിയുണ്ടായിരുന്ന M ഹസൻ ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നതിലെ യുക്തിരാഹിത്യമാണ് VD സതീശൻ ക്യാമ്പ് ഉന്നയിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.